വേഗം വാടാ, പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആകാം. മൈഥിലി, 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 വൈശാഖേ, വൈശാഖേ, മൈഥിലി, മൈഥിലി, എന്താ ഉണ്ടായത്? എനിക്കറിയില്ലടാ. ആരൊക്കെ വന്നു പടിവാളൊക്കെ ആയിട്ട്. ഗുണ്ടകളാ. ഗുണ്ടകളോ? അതെ, എന്നെ ഇവിടെ കെട്ടി തൂക്കായിരുന്നു അവരുടെ ഉദ്ദേശം. പിന്നെ ഒരു കോള് വന്നപ്പോ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി. ഗുണ്ടകളോ? ഏത് ഗുണ്ടകൾ? അതും എന്റെ സാമ്രാജ്യത്തിൽ? സാരമില്ല, നമുക്ക് അന്വേഷിക്കാം. ആരായാലും ഞാൻ അവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്നെ ഒറ്റക്കിട്ടിട്ട് എവിടെ പോയതാ? ഉറക്കം വന്നില്ല മൈഥിലി. ഒരു ബോട്ടിൽ കിട്ടുമെന്ന് കരുതി ഞാൻ പുറത്തേക്ക് പോയതാ. നീ എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കിട്ട് പോവല്ലേ വൈശാഖ? ഇല്ല മൈഥിലി, ഒരിക്കലുമില്ല. നീ നീ എന്റേതല്ലേ, എന്റേത് മാത്രം. നിനക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അല്ല, നമ്മുടെ വൈകമോളോടെ? അയ്യോ അയ്യോ, മോളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്റെ മനസ്സ് പറയുന്നതൊക്കെ എത്ര കറക്റ്റാ. പറയണം സാവിത്രി മാഡം. അല്ല, ഞാൻ സാവിത്രിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഗണിച്ചറിഞ്ഞോ? വെറ്റിലെ ജ്യോതിഷത്തിലൂടെയോ? ഒന്നുമല്ല മാഡം, വെറും സാധാരണ മനുഷ്യന്റെ മനഃശാസ്ത്രം, അല്ലെങ്കിൽ കോമൺ സെൻസ്. അതൊക്കെ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. നിങ്ങൾ എന്തൊക്കെയാ മിസ്റ്റർ പറയുന്നേ? ഇനി എന്തിനാ മാഡം ഒരു മുഖവുര? ഞാന് മാഡത്തിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാഡത്തിന്റെ ഇപ്പോഴത്തെ മുഖഭാവം ഞാൻ എന്റെ മനക്കണ്ണടിൽ കാണുന്നുണ്ട്. ഒരു വല്ലാത്ത അമ്പരപ്പ് അല്ലേ? മിസ്റ്റർ ഗോപൻ, എന്താ മാഡം ഇങ്ങനെ? ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ആ മൈഥിലി താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മോൻ മൊത്തം അരിച്ചു പറക്കി. വാള് പോയിട്ടൊരു മുള്ളു പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ മൈഥിലി ചെമ്പകമംഗലത്ത് നിന്ന് മോഷ്ടിച്ച വാള് ഞാൻ കണ്ടു. എവിടെ വെച്ച്?
അതൊന്നും വേണ്ട. അതൊന്നും എന്നോട് ചോദിക്കുകയും അരുത്. മാഡത്തെ പോലെ വേറെ ചില ക്ലയൻസും എനിക്കുണ്ട്. ദേ, ഞാൻ തന്റെ ക്ലയന്റ് ഒന്നും അല്ല. ചുമ്മാ ക്ഷോഭിക്കുകയും ഉരുളുകയും ഒന്നും വേണ്ട മാഡം. ഉണ്ണിക്കറിയാമല്ലോ ഊരിലെ പഞ്ഞം. മാഡം ഇപ്പൊ എന്നെ വിളിക്കുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമായിരുന്നു. ഇനി എന്തിനാ മടിക്കുന്ന മാഡം? നമുക്കിടയിലുള്ള മൂടൽ മഞ്ഞ് നീങ്ങിക്കഴിഞ്ഞു. മാഡം കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറയേ. മിസ്റ്റർ ഗോപൻ, ഞാൻ വിളിച്ചത് ആ വാളിന്റെ കാര്യം പറയാനല്ലേ? അതെ, ആ വാളിന്റെ കാര്യം പറയാൻ തന്നെ. എന്റെ തറവാട്ടിൽ നിന്ന് ഒരു മുതൽ പോയാല് അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കും കൂടിയല്ലേ? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാഡം. മാഡത്തിന്റെ തലയണ കീഴിൽ തപ്പിയ പെട്ടെന്ന് കിട്ടും. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ മാഡം ഇങ്ങനെ തരംതാണ അഭ്യാസമൊക്കെ? ആ ഉടവാളിന്റെ റിസീവറായി എനിക്ക് അവിടെ വന്ന് എല്ലാവരുടെയും കൈവിരൽ അടയാളം എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ മാഡത്തിന്റെ ബെഡ്റൂം പരിശോധിക്കാൻ പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ഈ കച്ചവടത്തിൽ മാഡം എന്നെ കൂടി പങ്കാളിയാക്കുമെന്ന് കരുതിയ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഞാൻ അറിയാതെ ആ വാൾ ചെമ്പകമംഗലം വിട്ട് ഇറക്കാനോ പുറത്ത് കച്ചവടം ചെയ്യാനോ മാഡത്തിനാവില്ല. പട്ടിയുടെ കയ്യിലെ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാവും. മിസ്റ്റർ ഗോപൻ, ഇപ്പോ തേങ്ങാ പൊതിക്കുന്ന ഡോഗുകളും ഉണ്ട്. കടുവയുടെ മുമ്പിൽ എന്ത് ഡോഗ് മാഡം? ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ പോലീസിനെ കൂട്ടി അങ്ങോട്ട് വരാം. നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കാം. ആ വാൾ മേഡം എടുത്തതെന്ന് എനിക്കും മേഡത്തിന് നന്നായി അറിയാം. പക്ഷേ എനിക്കതിൽ വിരോധമൊന്നുമില്ല. വെറുതെ ചെമ്പകമംഗലത്തിന്റെ അറയിൽ സമാധിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അതാർക്കെങ്കിലും പ്രയോജനപ്പെടുന്നത്? നമുക്ക് കാര്യത്തിലേക്ക് വരാം മാഡം. മാഡത്തിന് ആ വാൾ വിൽക്കണം അല്ലേ? അതെ. ആ, കാര്യം നടന്നിരിക്കും. പക്ഷേ എനിക്കുള്ള ഷെയർ കിട്ടിയിരിക്കണം. ശരി, സമ്മതിച്ചു. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. നിയമപ്രകാരം ഒന്നുകിൽ മോഷണം പോയ വാൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാൾ മോഷ്ടിച്ച ആളെ കണ്ടെത്തണം. അത് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന ഡെമോക്ലസിന്റെ വാളായി മാറും. മിസ്റ്റർ ഗോപൻ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വഴി ഞാൻ പറഞ്ഞുതരാം. ദൈവമേ, എന്റെ കുഞ്ഞിതെവിടെ പോയി? ഈശ്വര, വൈക മോളെ, എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ മോളെ. മോളെ, വൈക മോളെ. അയ്യോ, ഈശ്വര, മോളെ, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. തൊട്ടില് കിടന്ന കുഞ്ഞ. ഇനി തൊട്ടിൽ നിന്ന് താഴെ വീണ് നീങ്ങി നടന്നിട്ടുണ്ടാവോ? ഈശ്വര, മോള്, മോളെ, വൈക മോളെ.
വൈശാഖേ, കുഞ്ഞിനെ കാണുന്നില്ലടാ. കുഞ്ഞെവിടെ പോവാനാ? ആര് കൊണ്ടുപോവാൻ? നീ നന്നായിട്ടൊന്ന് നോക്ക്. നീന്തി നടക്കാൻ തുടങ്ങിയ കൊച്ച അത് വല്ല ഞണ്ടിനെ പോലെ നീന്തി ഏതെങ്കിലും മുറിയിലേക്ക് കയറി കാണും. നീ നന്നായിട്ടൊന്ന് നോക്ക് മൈഥിലി, കുഞ്ഞിവിടെ തന്നെ കാണും. ചെല്ല്. വൈകി മോളെ. ഈ ഒരു വ്യവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഏയ്, ഇതൊന്നും സാധ്യമല്ല. ഈ വ്യവസ്ഥയൊന്നും ഞാൻ അംഗീകരിക്കില്ല. മാഡം, ന്യായമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്ശേ, ഇതൊന്നും ന്യായമല്ല മിസ്റ്റർ അനന്തഗോപൻ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനും അത് പാലിക്കാനും ഞാൻ ഒരുക്കമല്ല. മാഡം, വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതി മാഡം അവലംബിച്ചാൽ നഷ്ടം മാഡത്തിന് തന്നെയാ. നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ഏയ്, ഇതൊന്നും സാധ്യമല്ലേ. മാഡം, ഞാൻ വളരെ സമാധാനപൂർവ്വം പറയുക. ഞാൻ പറയുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് മാഡം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ, ധനനഷ്ടം, അതിലുപരി മാനഹാനി. എല്ലാ രീതിയിലും മാഡം ഒറ്റപ്പെടും. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിന്റിലെത്തി അന്തം വിട്ട് നിൽക്കേണ്ട ഒരു മാഡത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാഡം ചെയ്യണം. ചെയ്തേ തീരൂ. ഇതിപ്പോ ഞാൻ ആകെ പെട്ടുപോയല്ലോ ഈശ്വര. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ തന്നെ മാഡം പണി തുടങ്ങിയിരിക്കണം. ഹലോ, ആ, വൈശാഖ് സാറേ, സന്തോഷമായില്ലേ? കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എന്തോ ഓക്കെ? നീ എന്ത് പണിയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തു പറ്റി സാറേ? എന്തു പറ്റിയെന്നോ? എടാ, ഒരു സെക്കൻഡ് എങ്ങാനും തെറ്റിയിരുന്നെങ്കിൽ കയർ മുറുകി അവളുടെ കാറ്റ് പോവില്ലായിരുന്നോ? സാർ എന്തായി പറയുന്നേ? കൊല്ലാനല്ലേ സാർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? അവളെ കെട്ടിത്തൂക്കി തട്ടിയേക്കാൻ കൊട്ടേഷൻ തന്നൊക്കെ ശരി തന്നെ. പക്ഷേ അത് അപ്പോഴത്തെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? സാർ അത് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ക്ലൈമാക്സിലെത്തിയിരുന്നു. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവളിനി ചത്തുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ചതിച്ചവളാ അവള്. പക്ഷേ ആ വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്കവളെ വേണം. അവളുടെ ജീവനെങ്ങാനും ഇപ്പോൾ പോയിരുന്നെങ്കിൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പോയേനെ. കോടികളാ നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തി കെട്ടിയപ്പോൾ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പം തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോൾ സാറിന് പ്രശ്നമൊന്നുമില്ല. അവളെ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ? ഇനി വാളെവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട്ട് നോക്കി 2 പൂശ് പൂശിയാൽ മതി. തത്ത പറയുന്ന പോലെ അവൾ പറയും. എടാ, അവളത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞവിടെ? കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കൊള്ളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നേക്ക. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാടാ കൊണ്ടുപോയി കളഞ്ഞത്? എന്താടാ സുനി?
ചുരുട്ട് സുനിയുടെ അടുത്ത് അവൻ്റെ കളി. അവനിപ്പോൾ ആ കുഞ്ഞിനെ വേണമെന്ന്. പിന്നെ ഞാനിപ്പം കൊടുക്കാൻ പോലേ. നീ വാടാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. അല്ല, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമാ കഥ ഡിസ്കസ് ചെയ്യുമായിരുന്നു. മുടിഞ്ഞ വയലൻസ്. ആ പടം നിർമ്മിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. നിക്കവിടെ. എന്താ, നീ എന്നെ വരട്ടുവാണോ? എന്റെ കുഞ്ഞെവിടെ? ആ വാളെവിടെ? വാളോ? അതെ, ഉടവാള്. ചെമ്പകമംഗലത്തുകാരുടെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ വാള്. വാളല്ലേ ദുഷ്ട, ഞാൻ നിനക്ക് കൊണ്ടുതന്നത്. ഇത്രയും നാൾ ആ ചെമ്പകമംഗലത്ത് നിന്ന് അവരുടെയൊക്കെ ആട്ടും തുപ്പും ചീത്തവിളിയും കേട്ട് ഞാൻ കഷ്ടപ്പെട്ട് കട്ടെടുത്ത മരതക വാള്. എന്റെ ഭർത്താവിനെ പോലും ചതിച്ച് വെറുപ്പിച്ച് ഞാൻ കൂടെ നിന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ വിറ്റല്ലേ? എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി. ചോദ്യൻ. ചതിച്ചത് നീയാണ്. നീ ഒറിജിനൽ വാളും മറ്റാർക്കോ വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാള് കൊണ്ടുവന്ന് എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? എടാ, കള്ളം പറയുന്നോ നീ? നീ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നോ? നിന്നെ പോലൊരു വഞ്ചകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊന്നു കളയോടി നിന്നെ ഞാൻ. കൊല്ലടാ, കൊല്ല്. എന്നെ കൊന്നിട്ട് നിനക്ക് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കണം അല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്റെ ഭർത്താവിനെ ചതിച്ച് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇനി എന്നെ കൊന്നിട്ട് സുഖമായി ജീവിക്കാന്ന് നീ കരുതിയോ? നിന്നെ ഞാൻ വിടില്ലടാ. കൊല്ലും നിന്നെ ഞാൻ. കൊല്ലൂടാ. നല്ല പളുങ്ക് പോലത്തെ കൊച്ച്. ഇതിനിപ്പോ എന്ത് ചെയ്യും? ഇതൊരു മുതലല്ലടാ, നല്ല വിലയ്ക്ക് വിൽക്കാം. എൻ്റെ ഒരാളുണ്ട്. ഇതാ വൈശാഖ സാറിന്റെ കുഞ്ഞാണോ? എന്ത് മണ്ടത്തരവാടാ നീ ചോദിക്കുന്നേ? അയാളുടെ കുഞ്ഞാണെങ്കിൽ അയാൾ തരുമോ? ഇതാ വെടല മൈഥിലിക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റാ.
നാശം. ഓരോന്ന് പേരും ചാകാനായിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചു വരുന്നു? എന്താടി മറ്റുള്ളവരെ പെടുത്താനായിട്ട് ഇറങ്ങിക്കോണം. സോറി. നീ ലാഭത്തിറങ്ങിയ പെടക്കോഴിയാ, പിടിക്കട്ടെ? വേണ്ട വേണ്ട, ഓടി. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്, വിട്ട് കളയണം അണ്ണാ. എടാ തീവട്ടി, കള്ളു കുടിച്ചെന്ന് പറഞ്ഞ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആ പോയ കൊച്ചിനെ വെച്ച് പുലുവാല് പിടിക്കാൻ ഞാനില്ല. അതിലും വലിയ മുതലാ നമ്മുടെ ഇരിക്കുന്നത്, പൊന്നും വിലയുള്ള മുതല്. ഇതിനെ ആദ്യം വിറ്റ് കാശാക്കാം, ബാക്കിയൊക്കെ പിന്നെ. വണ്ടി എടുക്കടാ.